ടി ജി, ബംഗാളിൽ പുതിയ പുതിയ വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട്. അതായത് അഭിഷേക് ബാനർജിയെ ജനക്കൂട്ടം ആക്രമിച്ചു, ചീമുട്ട എറിഞ്ഞു, പിന്നെ അതിൽ പിടിക്കപ്പെട്ടവർ തൃണമൂലാണെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ തൃണമൂലിൻ്റെ MLA തന്നെ അതിനെതിരെ സംസാരിക്കുന്നു. ഇപ്പോൾ ആ തൃണമൂലിൻ്റെ മീറ്റിങ്ങിൽ എല്ലാ MLA മാരും പങ്കെടുത്തില്ല എന്നുള്ള വാർത്തകൾ വരുന്നു. ഈ അഭിഷേക് തന്നെ നേരത്തെ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വി മുരളീധരൻ ഉൾപ്പെടെ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ അവിടെ പോയപ്പോൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, JP നദ്ദ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ പല കേന്ദ്രമന്ത്രിമാരും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഈ അഭിഷേക് ബാനർജി തന്നെ പലപ്പോഴും വളരെ ഭീഷണി സ്വരത്തിലാണ് സംസാരിച്ചിരുന്നത്. 4-ാം തീയതി കഴിഞ്ഞാൽ നിങ്ങളെ കണ്ടോളാം എന്നുള്ള രീതിയിൽ. അന്ന് JP നദ്ദയ്ക്ക് ഇത് പറ്റിയ സമയത്ത് വണ്ടി പോകുന്ന വഴിക്ക് കുഴി വീണാൽ ഞാൻ അതിനകത്ത് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ജനക്കൂട്ടത്തിൻ്റെ രോഷത്തിന് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യത്തിൽ വളരെ രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. ഇപ്പോൾ കർമ്മ തിരിച്ചടിക്കുകയാണ്. അല്ല, കർമ്മയല്ല തിരിച്ചടിക്കുന്നത്. പൊതുജനങ്ങളും അതിനകത്ത് BJP പ്രവർത്തകരുമുണ്ട്, അവരാണ് തിരിച്ചടിക്കുന്നത്. അതൊരു നല്ല കാര്യവുമല്ല. എത്രയോ വർഷമായിട്ട് ബംഗാൾ രാഷ്ട്രീയം ഒരു ഗുണ്ടാ രാഷ്ട്രീയമാണ്. അത് അവസാനിപ്പിക്കണ്ടേ. നമ്മൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു വയസ്സായ സ്ത്രീ എനിക്ക് ശാന്തി വേണം. അപ്പോൾ ശാന്തിക്ക് വേണ്ടിയിട്ടുള്ള വോട്ടാണ്. അപ്പോൾ അതിൽ പേഴ്സണൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത്രയൊക്കെ ഉപദ്രവം ചെയ്ത ആളിനെ കാണുമ്പോൾ 2 പുട്ടിയിൽ കൊടുക്കണം എന്നൊരു തോന്നലുണ്ടാവും. അത് സ്വാഭാവികമാണ്. പക്ഷേ അതിൽ നിന്ന് അയാളെ മാറ്റിക്കൊണ്ട് പോകേണ്ടത് പോലീസിൻ്റെ ജോലിയാണ്. അതേസമയം പോലീസ് അടി കൊടുക്കാതെ മാതൃകാപരമായിട്ട് ഗുണ്ടകളെ കൈകാര്യം ചെയ്തു. 3-4 പേരെ, അവരുടെ മുസ്ലിം പേരുകളാണ്, അതിൻ്റെ പേര് ഞാൻ ഓർത്ത് വെച്ചില്ല. ബർമുഡ മാത്രം ഇട്ട്, ബർമുഡയും ഒരു ബനിയനും ഉണ്ട്, നമ്മുടെ കൈയുള്ള ബനിയൻ, ഇത് മാത്രമിട്ട് റോഡിലൂടെ നടത്തിക്കൊണ്ടുപോയി സ്റ്റേഷനിലേക്ക്. നടത്തിക്കൊണ്ട് പോവുക മാത്രമല്ല, അരയിലൊരു കയറ് കെട്ടി അതിൻ്റെ അറ്റം പോലീസുകാരൻ പിടിച്ചിരിക്കുന്നു. എന്നിട്ട് ഇയാൾ നടക്കുന്നു. അപ്പോൾ അവിടുത്തെ കയറെന്ന് പറഞ്ഞാൽ ചണം കൊണ്ടുള്ള കയറാണല്ല, നമ്മുടെ കയറിനേക്കാൾ കുറച്ച് സോഫ്റ്റാണ്. പക്ഷേ നമ്മുടെ പശുക്കയറിൻ്റെ വണ്ണമുണ്ട് ആ കയറിന്. അപ്പോൾ അത് മനഃപൂർവ്വം കെട്ടിയിരിക്കുന്നതാണ്. എന്നിട്ട് ഇവർ തലയും താഴ്ത്തി നടക്കുന്നു. 2 വശത്തും ജനങ്ങൾ നോക്കി നിൽക്കുന്നു അമ്പരപ്പോടെ. ഇവരുടെ അഡയിൽ പോയി പിടിച്ചിട്ട് ഷർട്ടും പാൻറ്റും അഴിച്ച്, ചിലർക്ക് അണ്ടർവെയർ ആയിരുന്നു, ചെറിയ അണ്ടർവെയർ ആയിരുന്നു, അവർക്ക് ബർമുഡ കൊടുത്ത്, ചെറിയ അണ്ടർവെയർ മോശമല്ലേ, അതൊരു മനുഷ്യാവകാശ ലംഘനമായിട്ട് വരും. അപ്പോൾ ബർമുഡയും ബനിയനും കൊടുത്തിട്ട് അത് ഇടിയിച്ച് നടത്തിക്കൊണ്ടുപോയി മാതൃകാപരമായിട്ട്. അപ്പോൾ ജനങ്ങൾക്ക് വലിയ സന്തോഷം, ആശ്വാസം. ഇത്രയും ഗുണ്ടകൾ, കുറഞ്ഞത് 4 ഗുണ്ടകളെ 4 പ്രദേശത്ത് നിന്ന് 4 ഇതുപോലെ പോലീസ് കാണിച്ചു. അതിൻ്റെ വീഡിയോയും പുറത്തു വിട്ടു. അതിപ്പോൾ വലിയ ആഘോഷമാണ്. ഇത് പോലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലെജിറ്റിമേറ്റ് ആയ കാര്യമാണ്. ഇത് തന്നെ പോലീസിന് ചെയ്യാമോ, നാളെ കോടതി ചിലപ്പോൾ വേണ്ടാത്തതൊക്കെ പറഞ്ഞു എന്നൊക്കെ വരും. ബട്ട് സ്റ്റിൽ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നില്ല. അരയിലൊരു കയറ് കെട്ടി, പിന്നെ നഗ്നനാക്കിയോ എന്ന് ചോദിച്ചാൽ നഗ്നനാക്കിയില്ല. ഈ വേഷത്തിൽ നമ്മുടെ ഇവിടെ എറണാകുളത്തുമൊക്കെ ആൾക്കാർ നടപ്പില്ലേ, ഒരു ടീഷർട്ടും ബർമുഡയുമായിട്ട് എത്രയോ പേര് നടക്കുന്നു. ഈ ടീഷർട്ടിന് പകരം ബനിയൻ. ബട്ട് ദേഹോപദ്രവമില്ല. അപ്പോൾ ദേഹോപദ്രവം ചെയ്യാതെ നോക്കേണ്ടത് പോലീസിൻ്റെ ചുമതലയാണ്. അഭിഷേക് ബാനർജിക്കും ഈ പറഞ്ഞ പോലെ അടിയൊന്നും കിട്ടിയിട്ടില്ല. ചീമുട്ട എറിഞ്ഞു. പോലീസുകാർ അഭിഷേക് ബാനർജിക്ക് ഒരു ഹെൽമെറ്റ് വെച്ച് കൊടുത്തു. ആ ഹെൽമെറ്റിൻ്റെ പുറത്തേക്കാണ് ഈ മുട്ടയൊക്കെ വീഴുന്നത്. അതിലൊരു പയ്യൻ, അവൻ്റെ ഉന്നം ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്, എത്ര ദൂരെ നിന്നാണ് അവൻ്റെ ഒരു മുട്ട എറിയെന്നറിയാം. കറക്റ്റ് വന്ന് ഇയാളുടെ ഹെൽമെറ്റിൽ വീഴുന്നു. ഹെൽമെറ്റ് ഇല്ലായിരുന്നെങ്കിൽ തലയിൽ തന്നെ കൊള്ളും. അത് അത്ര ജനരോഷം. പക്ഷേ അപ്പോഴും അയാൾക്ക് പരിക്കൊന്നും പറ്റുന്നില്ല. പരിക്ക് പറ്റുന്നത് നമ്മളുടെ മറ്റേ വക്കീലിനാണ്, ലോക്സഭ MP, എന്താ അയാളുടെ പേര്, കല്യാൺ ബാനർജി. കല്യാൺ ബാനർജി അയാളുടെ ലോക്സഭയിൽ പെരുമാറ്റം കണ്ടാലുണ്ട്. സത്യം ഞാൻ വായുത്തിനോട് പറയാം, എനിക്ക് തന്നെ അയാൾക്കിട്ട് 2 കൊടുക്കേണ്ടതാണ് ലോക്സഭയിലെ പെരുമാറ്റത്തിന്, പുറത്തേ അല്ല.
അത്രയ്ക്ക് അൺകൂത്ത് അൺസിവിലൈസ്ഡ് പെരുമാറ്റമാണ് ലോക്സഭയിലെ അയാളുടെ കല്യാൺ ബാനർജിയുടെ. അയാൾ വക്കീലുമാണ്. മമതാ ബാനർജിക്ക് വേണ്ടിയിട്ട് അയാൾ കൽക്കട്ട ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിലൊക്കെ പോകും. അവിടെ പോയി കഴിഞ്ഞാലും ഈ ബഹളമല്ലാതെ ലോ പോയിൻ്റ് ഒന്നും ആശാൻ്റെ കയ്യിലില്ല. പുള്ളി സീനിയർ വക്കീലാണ് സുപ്രീം കോടതിയിൽ എന്ന് അവകാശപ്പെടുന്നു, എനിക്കറിയില്ല. ബട്ട് പുള്ളി കോടതിയിലും പൊളിറ്റിക്കൽ പോയിൻറ്റ്സാണ് പറയുന്നത്. BJP സർക്കാർ അങ്ങനെ ചെയ്തു, ഇലക്ഷൻ കമ്മീഷൻ കള്ളത്തരമാണ് എന്നൊക്കെ പറഞ്ഞ്. ശരി, ഇലക്ഷൻ കമ്മീഷൻ കള്ളത്തരമാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ആരോപണമല്ലേ ആകുന്നുള്ളൂ. കോടതിയിൽ നിങ്ങൾ ആർഗ്യുമെൻറ്റ്സ് പറയണ്ടേ, അലിഗേഷൻസ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു തല്ലിപ്പൊളിയാണ് കല്യാൺ ബാനർജി. അയാളുടെ തലയ്ക്ക് ആരോ അടിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ടൊരു തോർത്ത് പോലത്തെ ഒരു തുണി വെച്ച് വേറൊരാളിങ്ങനെ പിടിച്ചിട്ടുണ്ട് അയാളുടെ തലയിൽ. കാരണം അയാൾക്ക് 2 കൈ ഫ്രീ ആയിട്ട് ഈ സർക്കസിന് കിട്ടണം. അയാൾ ഈ നരേന്ദ്രമോദി ഈ 240 സീറ്റിലേക്ക് ഒതുങ്ങിയല്ല. ഇപ്പം 400-ൽ നിന്ന് 240-ൽ വന്ന് നിന്നത് അയാൾ ലോക്സഭയിൽ കാണിച്ച പ്രശസ്തമായൊരു വീഡിയോ ഉണ്ട്. കിറ്റ് 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 കിറ്റ്. അപ്പം സ്പീക്കർ പറഞ്ഞു ക്യാ ഹെ, അരെ ബന്ദ് കരോ, ക്യാ നാടക് ഹെ. ബട്ട് ഇയാളത് ചെയ്തു. ആൻഡ് ഹി ക്ലെയിംസ് ഹി സീനിയർ അഡ്വക്കേറ്റ്. ഇതുപോലത്തെ തറവേലകൾ കാണിക്കുന്ന മനുഷ്യൻ, ഇതൊരു തറവേലയാണ്. ഞാൻ അങ്ങേർക്ക് തലയ്ക്ക് എന്തെങ്കിലും ഏറ് കിട്ടുമോ എന്തെങ്കിലും സംഭവിച്ചു എന്ന് എനിക്ക് വിശ്വാസമില്ല. അങ്ങനെയാണെങ്കിൽ പുള്ളിയെ ആശുപത്രി കൊണ്ടുപോകണ്ടേ? ആശുപത്രിയിൽ പോകുന്നില്ല. അതിന് പകരം ഒരു ടവലോ അങ്ങനെ വേറൊരാളിങ്ങനെ പിടിച്ചിരിക്കുന്നു. സാധാരണ നമ്മുടെ തലയ്ക്ക് അടി കൊണ്ട് കഴിഞ്ഞാൽ നമ്മളാണ് പിടിക്കുന്നത്. കാരണം നമുക്ക് കൃത്യം ആ സ്പോട്ട് ഫീൽ ചെയ്യും, വേറൊരാൾക്ക് ഫീൽ ചെയ്യില്ല. എന്നിട്ട് ഇയാൾ ഇത് പിടിക്കുന്നു. പിന്നെയും ഇയാൾ മണിക്കൂറുകളോളം മുദ്രാവാക്യം വിളിച്ച് ആ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിക്കുന്നു. പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ വെയിലത്ത്. അസാമാന്യമായ എനർജിയാണ് കേട്ടോ കല്യാണം. സമ്മതിക്കണം അയാൾ. എനിക്ക് തോന്നുന്നു അയാൾക്കൊരു എനിത്തിങ് ബിറ്റ്വീൻ 55 to 60 ഏജ് ഉണ്ട്. ആ ഏജിൽ ആ തടിയും വെച്ച് ആ വെയിലത്ത് ഇത്ര നേരം മുദ്രാവാക്യം വിളിക്കണമെങ്കിൽ അസാമാന്യമായ ആരോഗ്യമുണ്ട്. ബട്ട് ഞാൻ പറയുന്നത് ബേസിക്കലി ഈ ഗുണ്ടാപ്പണി. അതുപോലെയാണ് രാജ്യസഭയിൽ ആ ഡെറിക് ഓബ്രിയാൻ. ഇങ്ങനെയൊരു റൗഡിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്തൊരു മനുഷ്യൻ, എന്തൊരു ബഹളം, എന്തൊരു കയ്യാങ്കളി. സ്പീക്കറുടെ നേർക്ക് മെനേസിങ്ങിലെ അങ്ങ് ഓടിയെടുക്കുക, സ്പീക്കറുടെ മേശപ്പുറത്തുനിന്ന് പുസ്തകം വാങ്ങിച്ച് വലിച്ചു കീറി എറിയുക. റൂൾ ബുക്ക്, ലോക്സഭയുടെ റൂൾ ബുക്ക് ഇയാൾ വലിച്ച് കീറിക്കഴിഞ്ഞാൽ എന്താ വേറെ കോപ്പി ഇല്ല അവിടെ. രാജ്യസഭ ലോക്സഭയ്ക്കൊക്കെ ചട്ടങ്ങളുണ്ടല്ല. ഈ ചട്ടത്തിൻ്റെ ബുക്ക് ഇയാൾ കീറി എറിയുന്നു. വാട്ട് ഡസ് ഇറ്റ് മീൻ? വേറെ കോപ്പി ഇല്ല അവിടെ. മാത്രമല്ല ഒരു രാജ്യസഭാ മെമ്പറിനൊക്കെ ഒരു ഡിഗ്നിറ്റി വേണ്ട ഇതിനൊക്കെ. ഇതൊക്കെയാണ് അവരുടെ പെരുമാറ്റം. അപ്പോൾ ഇപ്പോൾ ബംഗാളിലെ BJP നേരിടുന്ന ഒരു പ്രശ്നം, CPMലെ ഗുണ്ടകൾ TMCയിൽ പോയിരുന്നു. TMCയിൽ നിന്ന് ആ ഗുണ്ടകൾ BJPയിലേക്ക് വരാതെ നോക്കണം. കാരണം ഗുണ്ടകൾക്ക് ഒരു പ്രൊട്ടക്ടർ ആവശ്യമാണ് ഇപ്പോഴും രാഷ്ട്രീയത്തിൽ. അവർക്ക് പ്രത്യേകിച്ച് ഐഡിയോളജി ഒന്നുമില്ല. ഓ ഇയാളാണോ ഭരണത്തിൽ, എന്നാൽ പിന്നെ ശരി, അവർ റെഡിയാണ്. അതുകൊണ്ടാണ് അവർ BJPക്കാരെ വിളിച്ചിട്ട് TMCയുടെ ഓഫീസ് ഞങ്ങളുടെ കയ്യിലാണ്, പുറത്തുള്ള പെയിൻ അങ്ങോട്ട് മാറ്റി കാവി അടിച്ചു കഴിഞ്ഞാൽ BJP ഓഫീസായി. നമ്മുടെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലുണ്ട് ഇത് ആഘോഷിക്കാനായിട്ട്. രാത്രിക്ക് രാത്രി TMC ഓഫീസുകൾ BJP ഓഫീസുകളായിട്ട് മാറി. വാട്ട് ഡസ് ഇറ്റ് മീൻ? അത് ആഘോഷിക്കേണ്ട ഒരു കാര്യമാണ്. അത്രയും ഗുണ്ടകൾ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നു എന്നാണ് അതിനർത്ഥം. പാർട്ടി വളർന്നിട്ടില്ല, നശിക്കാൻ പോവുകയാണ് ഇവരൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ. സി, ലോ അബൈഡിങ് ആയിട്ടുള്ള സിറ്റിസൺസ്, പ്രത്യേകിച്ചും സ്ത്രീകൾ, അവരാണ് BJPക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. അവർ വോട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയിട്ടാണ്. പ്രതികാരം അണ്ടർസ്റ്റുഡ്, അത് നിയമപരമായിട്ട് ചെയ്യണം. സന്ദേശ് കാലിയിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഏറ്റവും വേഗം നീതി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റണം. ഇപ്പോൾ സുവേന്ദു അധികാരിയും തരക്കേടില്ലാത്ത ഒരു തല്ലുകാരനാണ്. TMCയിലുണ്ടായിരുന്നതല്ല.
അതുകൊണ്ടാണ് ഇവരുടെ ഈ ടെക്നിക്സ് പുള്ളിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്നത്. ഇവിടെ തൊട്ടാൽ അവിടെ ഇളകും, അതുകൊണ്ട് അവിടെ പോലീസിനെ അയച്ചിട്ട് വേണം ഇവിടെ തൊടാൻ എന്നൊക്കെയുള്ള പരിപാടി സുവേന്ദുവിനറിയാം. അങ്ങനെയാണ് സുവേന്ദു മാനേജ് ചെയ്യുന്നത്. സുവേന്ദു ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ യോഗി ആദിത്യനാഥിൻ്റെ ഒരു ഫോളോവറാണ്. അതോ യോഗി ആദിത്യനാഥിനെ കടത്തി വെട്ടുന്നു എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ സിംബോളിക്കായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയ്ക്ക് യോഗി അവിടെ പോയിരുന്നു, 6-7 സ്ഥലത്ത് പ്രസംഗിച്ചു. യോഗി ആദ്യം പോയ ദിവസം ഈ കഴുത്തിൽ കിടന്ന ഷോൾ എടുത്തിട്ട് സുവേന്ദു അധികാരിയുടെ കഴുത്തിലേക്ക് അങ്ങിട്ടു. കാരണം സുവേന്ദു ആ യോഗത്തിൽ കാവി ജുബയൊക്കെ ആയിട്ടാണ് വന്നത്, ഒരു ഷോള് മാത്രമാണ് ഇല്ലാതെ. യോഗി ഈ ഷോൾ എടുത്ത് കൊടുത്തു. സുവേന്ദു കുനിഞ്ഞു നിന്ന് ആ ഷോള് സ്വീകരിച്ചു. ആ സ്വഭാവം സുവേന്ദു കാണിക്കാനും തുടങ്ങി. ബുൾഡോസർ അത് നല്ലൊരു ടെക്നിക്കാണ്. കാരണം യോഗി ആദിത്യനാഥ് ഈ ബുൾഡോസർ പ്രയോഗം UP-യിൽ നടത്തി. ബുൾഡോസർ ബാബ എന്ന് പേര് കിട്ടി. കാര്യമൊക്കെ ശരി. ഒരൊറ്റ ബുൾഡോസർ പോലും ഒരു കോടതി പോലും തടഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം എല്ലാം അനധികൃത നിർമ്മാണമായിരുന്നു. അത് മാത്രമേ യോഗി തകർത്തിട്ടുള്ളൂ. ഇപ്പോൾ സുവേന്ദു ചെയ്യുന്നത് അതാണ്. ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു കംപ്ലീറ്റ്. ഇപ്പോൾ അന്നൊരു 5 നില കെട്ടിടത്തിന് തീ പിടിച്ചില്ല. റെസിഡൻഷ്യൽ ഏരിയയിൽ ഷൂ നിർമ്മാണ കമ്പനി നടക്കുകയാണ്. ലൈസൻസ് ഇല്ല, ഒന്നുമില്ല. 2 വയറിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് കണക്ഷൻ അങ്ങ് എടുത്തിട്ട് കറണ്ട് അങ്ങ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു എല്ലാം അൺഓതറൈസ്ഡാണ്. ബിൽഡിങ്ങിന് ലൈസൻസ് ഇല്ല, ബിൽഡിങ്ങിൻ്റെ പ്ലാൻ അപ്രൂവ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. 5 നിലയുമുണ്ട്. അതിനകത്ത് തീ പിടിച്ചു. ഓടാൻ രക്ഷയുണ്ടോ? ചെറിയ ഗലിയൊക്കെയാണ്. അതോടെ സുവേന്ദു പറഞ്ഞു ആ പ്രദേശത്തുള്ള സകല ബിൽഡിങ്ങും അതിൻ്റെ ചെക്ക് ചെയ്ത് അപ്രൂവൽ ഇല്ലാത്തത് ആണെങ്കിൽ അതെല്ലാം ഇടിച്ചു നിരത്താൻ പറഞ്ഞു. അങ്ങനെ വേറൊരു ബുൾഡോസർ ബാബ ആണ് യോഗിയെങ്കിൽ ബുൾഡോസർ ദാദയായിട്ട് ഇങ്ങനെ മാറിയിരിക്കുകയാണ്. കമ്മിങ് ബാക്ക് ടു ദീസ് ഇൻസിഡൻറ്റ്സ്, ഇവർക്ക് തല കിട്ടിയതൊക്കെ അത് ഉണ്ടാവാൻ പാടില്ലായിരുന്നു. അവർ ഈ അക്രമത്തിന് ഇപ്പോൾ അവരുടെ കൂടെയും ആളില്ല. TMC തളർന്നിരിക്കുന്നു, പിളർന്നിരിക്കുന്നു എന്ന് പറയാൻ വേണമെങ്കിൽ പിളരാൻ പോകുന്നു. അതുകൊണ്ടാണ് ഈ 50 MLA-മാർ യോഗത്തിന് വന്നില്ല, അതുകൊണ്ട് യോഗം മാറ്റിവെച്ചു. ഇത് ലോക്സഭയിലുമുണ്ട്. ലോക്സഭയിൽ 16 MP-മാർ കൂറുമാറാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. BJP ആണ് തൽക്കാലം വേണ്ട വരട്ടെ, ഇപ്പോൾ കൂറുമാറിയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് നിൽക്കട്ടെ. രാജ്യസഭയിലും അതുപോലെ തന്നെ കൂറുമാറ്റങ്ങൾ ഉണ്ടായി എന്നൊക്കെ വരാം. ബട്ട് ഇത്തവണ BJP അവിടെ നിൽക്ക് കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറയാനുള്ള കാരണം ഇതാണ്. ഇവരിൽ പലരും ഗുണ്ടാത്തലവന്മാരാണ്. അവരെ എടുക്കണോ? അവരെ എടുത്താൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അവർക്കെതിരെ മത്സരിച്ച് നമ്മൾ ഇത്ര വലിയ ഭൂരിപക്ഷം ജനങ്ങൾ തരുമ്പോൾ അവരെ നമ്മൾ സ്വന്തം MP-മാരായിട്ട് ഇങ്ങോട്ട് കൂറുമാറി വരാൻ സമ്മതിക്കുക, വീണ്ടും അവരെ നേതാവായിട്ട് ജനങ്ങൾ കരുതണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അതൊരു വലിയ പ്രശ്നമാണ്. ഇത് അഴിമതിയോ ഇതുപോലെ ജനങ്ങളെ ഡയറക്റ്റ് ബാധിക്കാത്ത കാര്യത്തിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ അഴിമതി കേസിൽപ്പെട്ട ഒരാൾ കൂറുമാറി BJP-യിൽ വരുന്നു, വാഷിംഗ് മെഷീൻ എന്നൊക്കെ പറയില്ല. അഴിമതി കേസിൽ ബേസിക് എക്കണോമിക് ഒഫൻസ് അയാളുടെ രജിസ്റ്റർ ചെയ്ത ഒഫൻസ് ക്യാൻസലായി കഴിഞ്ഞാൽ ടെക്നിക്കലി അയാൾ അഴിമതിക്കാരനല്ല. പിന്നെ നമുക്ക് ആ പോയിൻ്റ് മാന്യന്മാർക്ക് പറയാൻ പറ്റില്ല, രാഷ്ട്രീയ ആരോപണം എന്നുള്ള രീതിക്ക് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ എടുത്താൽ ജനങ്ങൾക്ക് വലിയ അതൃപ്തി തോന്നുന്നില്ല. കാരണം അവരെ ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്തൊരു കാര്യമൊന്നുമല്ല. ഏതോ ഓർഡർ കൊടുത്തപ്പോൾ അതിൽ കമ്മീഷൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് സംശയിച്ചൊരു FIR ഇട്ടു, ആ FIR ക്യാൻസൽ ചെയ്തു, അന്ന് അതിനെ ചൊല്ലി വാർത്തയുണ്ടായി, പിന്നെ ഇപ്പോൾ ഒന്നുമില്ല, ഈ രീതിയിൽ പോകും. അപ്പോൾ പബ്ലിക് പെർസെപ്ഷൻ ഒരു പ്രശ്നമാണ്. അതേസമയം ഡയറക്റ്റ്ലി ഗുണ്ടയാണെന്നും ഈ മനുഷ്യൻ ആൾക്കാരെ വിട്ട് ഞങ്ങളുടെ വീടുകൾ കയറി ബലാത്കാരം ചെയ്തതാണെന്നും ഒക്കെ ബോധ്യമുള്ള ആളുകളെ പാർട്ടിയിലേക്ക് എടുത്താൽ അത് ഭയങ്കര മോശം സിഗ്നൽ പോകും സൊസൈറ്റിയിൽ. അത് BJP കരുതിയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്.
ഈ CPM ഒരു തിരിച്ചുവരവുണ്ടാകും എന്നൊക്കെയുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വലിയ CPMകാർ ഭയങ്കര ആഘോഷങ്ങൾ നടത്തുന്നുണ്ട് ബംഗാളിൽ. അല്ല, അത് ചെയ്തോട്ടെ എന്ന് പാവം അവർക്ക് എന്തെങ്കിലും. മനുഷ്യനെ ഈ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? കുറേ മോഹങ്ങളാണ്. സംസ്കൃതത്തിൽ കാമം എന്ന് പറയും. അതിന് ഒരു മോശം അർത്ഥം കൊടുക്കേണ്ട. കാമം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഈ സെക്സിനെയാണ് കാമം. കാമം അങ്ങനെയല്ല, ആഗ്രഹങ്ങൾ, മോഹങ്ങൾ. അപ്പോൾ ഇതില്ലാതെ മനുഷ്യന് പ്രവർത്തിക്കാൻ സാധ്യമല്ല. ഇന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട്, നേടാനോ നഷ്ടപ്പെടാനോ ഉണ്ട് എന്നുള്ള തോന്നലിൽ നിന്നാണ് രാവിലെ നമ്മൾ പുറത്തിറങ്ങുന്നത്. ഒന്നുമില്ല എന്ന് വെച്ചോ, ഒന്നും ചെയ്യാനില്ല, ചെയ്തിട്ട് കാര്യവുമില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മനുഷ്യൻ ചുമ്മാ ഇരുന്ന് പോകും. വരാന്തയിൽ വെറുതെ കിഴക്കോട്ട് നോക്കിയാൽ എന്ത് ചെയ്യാനെന്നുള്ള മട്ടിലിരിക്കും. അപ്പം മനുഷ്യനെ കർമ്മോത്സുകനാക്കുന്നത്, കർമ്മത്തിന് കാരണമായിട്ടിരിക്കുന്നത് കാമമാണ്. അപ്പോൾ അത് വേണം. അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ അവർ വീണ്ടും ഇന്ത്യ ഭരിക്കുമെന്ന് സ്വപ്നം കാണും. നരേന്ദ്രമോദി അടുത്ത തെരഞ്ഞെടുപ്പിൽ തോക്കുമെന്ന് സ്വപ്നം കാണും. ഇങ്ങനെയൊക്കെ സ്വപ്നം കാണാൻ ആർക്കും അവകാശമുണ്ട്. അതിന് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. സോഷ്യൽ മീഡിയ ഈസ് ഓൾസോ ഫ്രീ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ എഴുതിയിടാം, പറഞ്ഞിടാം, ആരും ഒന്നും ചെയ്യില്ല. അപ്പോൾ ആ സ്വാതന്ത്ര്യം, ആ സുഖമെങ്കിലും അവർക്കിരിക്കട്ടെ പാവം.